മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും നിന്റെ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ശ്രീ രാജു അപ്സര അവർകൾ നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ ഏതാനും നിമിഷം കൊണ്ട് ഇവിടെ എത്തിച്ചേരുന്ന ബഹുമാന്യനായ പാർലമെൻറ്റ് അംഗം ശ്രീ KC വേണുഗോപാൽ, അതുപോലെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കുഞ്ഞാവോജി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ദേവസി മെച്ചേരി, സംസ്ഥാന ട്രഷറർ ശ്രീ ദേവരാജൻ, സീനിയർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ KV അബ്ദുൽ ഹമീദ്, അതുപോലെ മറ്റ് വേദിയിലിരിക്കുന്ന സംസ്ഥാന ഭാരവാഹികളെ, സംസ്ഥാന സെക്രട്ടറി, അവസാനം കാസർഗോഡ് ജില്ലയിലെ വളരെ പ്രകൃതിരമണീയമായ ഈ ബേക്കൽ താജിൽ വെച്ച് തന്നെ നമ്മുടെ സംസ്ഥാന പഠന ക്യാമ്പ് റീറ്റെയിൽ കോൺക്ലേവ് നടത്താൻ നാം തീരുമാനിച്ചത്. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തെ ഏകോപന സമിതിയുടെ മുഴുവൻ നേതാക്കളെയും ഉൾപ്പെടുത്തി കാസർഗോഡ് വെച്ച് ഇത്തരം ഒരു യോഗം നടത്താൻ തീരുമാനിക്കുകയും കാസർഗോഡ് ജില്ലയ്ക്ക് ആതിഥ്യമരുളാൻ അവസരമൊരുക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിലെ അധ്യാപകരെയാണ് ഇന്ന് നമ്മുടെ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നാം ഇവിടെ അണിനിരത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പ് ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ പ്രതിനിധികളെയും അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ മലയാളികളുടെ പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്ന പാർലമെൻറ്റ് അംഗം ശ്രീ KC വേണുഗോപാലാണ്. അദ്ദേഹത്തെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഭാവി രൂപപ്പെടുന്നതിൽ നാളെ ഈ സംസ്ഥാനത്തിന് തന്നെ നേതൃത്വം കൊടുക്കാൻ പോകുന്ന അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് തന്നെ നമുക്കെല്ലാം
പിണറായി വിജയൻ മുട്ടുകുത്തിച്ച് 1600 രൂപ ആക്കിയില്ലേ? അങ്ങനെ എന്തെല്ലാം തീരുമാനങ്ങൾ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് കൊണ്ട് നമ്മുടെ ശക്തി കൊണ്ട് മാറ്റിക്കാൻ പറ്റി. എന്താണ് നമ്മുടെ ശക്തി? നാം തിരിച്ചറിയണം. 3500 യൂണിറ്റാണ് നമുക്കുള്ളത്, ഒന്നും രണ്ടുമല്ല. അതായത് കേരളത്തിലെ 3500 അങ്ങാടികൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയന്ത്രണത്തിലാണ്. നമ്മൾ ചലിക്കണ്ട എന്ന് പറഞ്ഞാൽ ഈ അങ്ങാടികൾ ചലിക്കില്ല. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒരു തീരുമാനമെടുത്താൽ കേരളം നിശ്ചലമാകും. നമുക്കറിയാവുന്ന കാര്യമാണ്. നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പ്രകടനം നടത്തണമെങ്കിൽ, ഒരു സമ്മേളനം നടത്തണമെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഇന്ന് സംസ്ഥാന കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ യൂണിറ്റ് കമ്മിറ്റിയോ ഒരു തീരുമാനമെടുത്താൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുണ്ടാകുന്ന കേന്ദ്രമാകട്ടെ സംസ്ഥാനമാകട്ടെ. അതുകൊണ്ട് ഇപ്പോൾ ഇത് ഓൺലൈനിലൂടെ 10 ലക്ഷത്തോളം ആളുകളിൻ്റെ സംസാരം വ്യാപാരം കേൾക്കുകയാണ്. ആ 10 ലക്ഷത്തെ ആളുകൾ പ്രതിനിധിക്കുന്നെങ്കിലും എല്ലാ യൂണിറ്റുകളിലും വാട്സപ്പിലൂടെ നമ്മുടെ ഓൺലൈനിലൂടെ പോവുകയാണ്. എല്ലാവരും കേൾക്കുകയാണ്. എല്ലാ യൂണിറ്റിലും വന്ന നിർദ്ദേശമാണ്. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ MP തന്നെയാണ് ആലപ്പുഴയിലെ നമ്മുടെ സംസ്ഥാന കൗൺസിൽ ഉദ്ഘാടനം ചെയ്തത്. അവിടെ വിളിച്ചെടുത്ത രാഷ്ട്രീയ തീരുമാനമായിരുന്നു. അത് നടപ്പാക്കുവാൻ വേണ്ടി എല്ലാ യൂണിറ്റിനും സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയത്തിനെതിരെ ആ ശക്തമായ തീരുമാനമായിട്ട് നമ്മൾ പോകും. നമുക്ക് സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നത് എന്തായാലും നമുക്കറിയാം, ഒരു സാധാരണ കച്ചവടക്കാരന് പഞ്ചായത്ത് മുതൽ അങ്ങോട്ട് ലൈസൻസ് എടുക്കുന്ന സമയം വേണ്ട ഒരു മാള് നമ്മുടെ നാട്ടിൽ വന്ന് ലൈസൻസ് ഉണ്ടാക്കിയെടുക്കുക. സിസ്റ്റം എല്ലാവർക്കും ഒരുപോലെ ഭാഗമാകേണ്ടത് അങ്ങനെയല്ല ആകേണ്ടത്. അത് താഴേക്ക് നിൽക്കുന്നവർക്ക് കുറച്ചും കൂടെ പ്രധാനപ്പെട്ട വിഷയം ഈ GST എന്ന് പറയുന്ന ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയായിരുന്നു. അവസാനം ഇപ്പം എല്ലാം ചെയ്ത് ഒരുപാട് കെടുതി നടത്തിയ ശേഷമാണ് ഇംപ്ലിമെൻ്റ് ചെയ്ത് ഏകദേശം 8 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അതിൽ കുറേ കാര്യങ്ങൾക്ക് ഇപ്പം നികുതി ഏകീകരിക്കാൻ തയ്യാറായത്. GST എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ എന്തായിരുന്നു? നികുതി ഏകീകരണമാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇത് ഞങ്ങൾ പലപ്പോഴും പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വിളിച്ചു വരുത്തിയാൽ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ മറുപടിയില്ല. കേരളത്തിൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഒരു ഹരാസ്മെൻ്റായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇവിടെ നികുതി അനുസരിക്കുന്നത് ഉത്തരവാദപ്പെട്ട ജനവിഭാഗങ്ങളിൽ എല്ലാവരുടെയും കടമയാണ്. അതിന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരുപാട് വഴികളുണ്ട് നികുതി വാങ്ങാനുള്ള. ഹരാസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഹരാസ്മെൻ്റ് ഇല്ലാതെ ട്രാൻസ്പെറൻ്റായ നികുതി വാങ്ങുന്നതിന് പകരം ഹരാസ്മെൻറ്റിലേക്ക് കംപ്ലീറ്റ് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതാണ്. തൊഴിലാളിക്ക് ഇത് പ്രയാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ ഈ GST റിട്ടേണുകൾ ലളിതമാക്കിക്കൊണ്ട് പിഴയുടെ കാര്യത്തിൽ അധിക ബാധ്യതകളുടെ കാര്യത്തിലൊക്കെ തന്നെ കുറച്ചുകൂടി കരുതലോടുള്ള സമയം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ രാഷ്ട്രീയം പറയുന്നതാണെന്ന് ധരിക്കുന്നത്. BJPയുടെ വോട്ട് ബാങ്കായിരുന്നു ഈ ചിലരുടെ കച്ചവടക്കാരെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് വേണ്ടിയിട്ടുള്ള പോളിസികളായിരുന്നു മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അദാനി വന്നതിന് ശേഷം ആ സംഭവം മാറി. ഇപ്പം മുതലാളിമാർ 1-2 പേർക്ക് വേണ്ടിയിട്ടുള്ള പോളിസികളായിട്ടാണോ? നമുക്ക് 1-2 മുതലാളിമാരാണോ വേണ്ടത്? ലക്ഷക്കണക്കിന് ഇത്തരം ഗ്രാമങ്ങളിൽ ഓരോ ഗ്രാമങ്ങളെയും സചേതനമാക്കിക്കൊണ്ട് ഓരോ ഗ്രാമങ്ങളിലെയും കുടുംബങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ടെടുക്കുന്ന ഇവരെയാണോ ശക്തിപ്പെടുത്തേണ്ടത് ചോദ്യമാണ് നമ്മുടെ നാട്ടിൽ നടത്തുന്നത്. ഇത് പച്ചയായിട്ട് പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ചെറുകിട വ്യവസായ ശൃംഖല ഇവിടെ മാത്രമല്ല, MSME കംപ്ലീറ്റ് പകരം അതിനെ ദുർബലപ്പെടുത്തി നിയമങ്ങൾ കൊണ്ടുവന്ന് ടാക്സേഷൻ ആ രീതിയിൽ കൊണ്ടാക്കി സംവിധാന അവസരം പാവപ്പെട്ടവർ അടച്ചുപൊട്ടി പോകുന്നത്. പിന്നെ ബാങ്കുകളാണെങ്കിലും വായ്പ എടുത്ത് അടക്കണം, നിശ്ചയമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ വായ്പ എടുത്ത് അടക്കണമെന്നുള്ളത് വ്യാപാരിക്കും മുതലാളിക്കും ഒരുപോലെ ആകട്ടെ. നിങ്ങൾ NPA എടുത്ത് നോക്കണം. ഇന്ത്യയിലെ ബാങ്ക് പൊതുമേഖലാ ബാങ്കുകളുടെ NPA പലപ്പോഴും എടുത്ത് നോക്കിയിട്ടുണ്ട്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി മുമ്പാകെ വന്നിട്ടുള്ളതാണത്. ബാങ്കുകളുടെ NPA എടുത്ത് നോക്കിയാൽ 80% അധികവും NPA എന്ന് പറയുന്നത്
നമുക്ക് വിരലിൽ എണ്ണാവുന്ന പണക്കാരുടെ പേരിലാണ്. അവർക്കാണ് വൻകിട ലോണുകൾ കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ ബാങ്കുകൾ പാവപ്പെട്ട ഉരുത്തിരിയുന്ന ഇന്നത്തെ പുതിയ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് വരുത്തേണ്ടതായ മാറ്റങ്ങൾ വരുത്തുന്നതോടൊപ്പം തന്നെ നിയമത്തിൽ നിയമസംഹിതയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നാം തയ്യാറാണ്. എന്താണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്? മറ്റു കാര്യങ്ങൾ എല്ലാം കൂടി 10 മാസം അനുഭവം നടത്തിച്ച് അവസാനം ഇല്ലാന്ന് പറഞ്ഞ് പഠിക്കും. ഇത് വെട്ടിക്കട മുതൽ ഒരു നല്ല കട തുടങ്ങാനുള്ള ഈ സംരംഭത്തെയും ഞാൻ കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കും. മൂവ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും ഗവൺമെൻറ് അവർക്കറിയാം, ആ സാധനം എങ്ങോട്ടാണെങ്കിലും പോകുന്നുള്ള മൂവ്മെൻറ്റ് കൃത്യമായിട്ട് അറിയാം. പിന്നെ എന്തിനാണ് റേഡിയോ എന്നൊരു ന്യായമായ ചോദ്യമാണ്. കടകൾ റേഡിയോയുടെ ആവശ്യം എന്താണ്, എന്തറിയാനാണ്? ടാക്സേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മറുപടി ബാധ്യതയുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പിച്ച് പല കൺസേണുകളുണ്ട്. പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ കൺസേൺ ശരിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സംരംഭത്തെ നിലനിർത്താൻ ആത്യന്തികമായി വേണ്ടതാണല്ലോ. ഇങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ മാളുകളും പുതിയ പുതിയ ഓൺലൈൻ സംരംഭങ്ങളും ഒക്കെ വന്ന് വ്യവസായിയുടെ കഴുത്ത് ഞെരിച്ചു കൊള്ളുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ സംരംഭത്തെ പൂർണ്ണമായും വ്യാപാരി വ്യവസായ മേഖലയെ പൂർണ്ണമായിട്ടും നിലനിർത്താൻ, സാജന്മാർ ഈ നാട്ടിൽ വീണ്ടും ഉണ്ടാകാതിരിക്കാൻ കൃത്യനിഷ്ഠയോടുകൂടി നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് വേണ്ടി സിമ്പതൈസ് ചെയ്യുന്ന ഒരു സർക്കാർ 3-4 മാസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സംശയം വേണ്ട. അപ്പോൾ നിങ്ങളുടെ ഓരോ ഇഷ്യൂസും 1, 2, 3, 4, 5 ഇഷ്യൂസും നിങ്ങളെയും കൂടി സഹായത്തിലൂടെ സംസ്ഥാനത്തെ സർക്കാരിനെ ശക്തിപ്പെടുത്തുകയും ആ ശക്തിപ്പെടുത്ത സർക്കാരിനെ കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകകാരമായി നിങ്ങളെ നിലനിർത്താൻ ആവശ്യമായി അതനുസരിച്ചുള്ള മുന്നോട്ടുള്ള പോക്ക് ഉണ്ടാകാൻ സാധിക്കട്ടെ. നിങ്ങളും കുറച്ചുകൂടി കരുതലോടെ ഇരിക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. മാറി വരുന്ന കാലഘട്ടം, ഈ കാലഘട്ടത്തിൻ്റെ എല്ലാ പരിഷ്കാരങ്ങളെയും നമുക്ക് ഒറ്റയായിട്ട് ഇല്ലാതാക്കാൻ കഴിയില്ല. പരിഷ്കാരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പലരുടെയും ജോലി കളയും എന്ന് ധരിക്കും. അങ്ങനെയല്ല അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലികളെല്ലാം വളരെ കൃത്യനിഷ്ഠയോടുകൂടി കുറച്ചുകൂടി ലഘൂകരിച്ച് ചെയ്യിക്കാൻ നമ്മളെ പര്യാപ്തമാക്കുന്ന ഒരു ഏജൻസിയായിട്ട്, ഒരു സംഗതിയായിട്ട് അതിനെ മാറ്റിയെടുക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വർക്കിന് പെർഫെക്ഷൻ കൂടും, നമ്മുടെ ചെയ്യുന്നതിന് കുറച്ചുകൂടി അതിൻ്റേതായിട്ടുള്ള ഭംഗി കൂടും. അതുകൊണ്ട് നിങ്ങളും ആലോചിക്കേണ്ടത് എങ്ങനെയാണ് കടയായാലും ഒരു സംരംഭമായാലും ഒരു വ്യവസായ യൂണിറ്റായാലും ഇതെങ്ങനെയാണ് വർത്തമാന കാലഘട്ടത്തിൽ അതിജീവിക്കാൻ എത്രയോ 2015-17 വർഷം ഡൽഹിയിൽ വെച്ച് നടന്ന ഒരു സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ വെച്ചാണ് ആദ്യമായി ടി നസുദ്ദീൻ സാഹിബ് അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറി ആക്കി. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവെടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം, നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നെ മക്കളെന്നോർത്തിടണം.
എന്തിനാണ് യുദ്ധ കോലാഹലം നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം അകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം അകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം എന്തിനാണ് യുദ്ധ കോലാഹലം നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം എന്തിനാണ് യുദ്ധ കോലാഹലം നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം അകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം അകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം എന്തിനാണ് യുദ്ധ കോലാഹലം നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം എന്തിനാണ് യുദ്ധ കോലാഹലം നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം അകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം അകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം എന്തിനാണ് യുദ്ധ കോലാഹലം നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം എന്തിനാണ് യുദ്ധ കോലാഹലം നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം അകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം അകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം എന്തിനാണ് യുദ്ധ കോലാഹലം നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം എന്തിനാണ് യുദ്ധ കോലാഹലം നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം അകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം അകവെടിയണം കനലൊടുങ്ങണം ഇനി സ്നേഹം നിറയണം ഇതിഹാസ മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം എന്തിനാണ് യുദ്ധ കോലാഹലം നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിടണം എന്തിനാണ് യുദ്ധ കോലാഹലം
നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈൻറ്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ, സിറ്റി ഗോൾഡൻ ഡയമണ്ട്സ്. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്ക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്ക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200, 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.